സമരം കഴിഞ്ഞതോടെ ലോ അക്കാദമി അങ്ങ് ശാന്തമായി. കഴിഞ്ഞ ഒരു മാസം എന്നാ രസമായിരുന്നു. അടി ഇടി വേടി ഒന്നും പറയണ്ട. നിരാഹാര സമരമായിരുന്നുവെങ്കിലും അടുത്തുള്ള ചായക്കടയിലൊക്കെ നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ ദേ പുട്ടും കടലയുമൊക്കെ വെറുതെ ഇരിക്കുക. പാവം ലക്ഷ്മിയേച്ചിയെ പോലും അങ്ങോട്ട് കാണുന്നില്ല. കളിവീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ, ഒരു നോക്കു കാണുവാനിൻ ആത്മാവ് തേങ്ങുന്നല്ലോ. കച്ചവടം നല്ല രീതിയിലായിരുന്നു, നല്ല കച്ചവടമായിരുന്നു, തെറ്റില്ലാത്ത രീതിയിൽ കച്ചവടം ഉണ്ടായിരുന്നു. പക്ഷേ ആ കച്ചവടത്തോടെ തന്നെ എൻ്റെ മുൻകാല കച്ചവടം ബാധിക്കുകയും ചെയ്തു. 28 ദിവസത്തിൽ നമ്മൾ BJP മുരളിച്ചേട്ടൻ കിടന്ന ശേഷം ബിസിനസ് നല്ല രീതിയിൽ മാറ്റം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയെ നാട്ടിച്ച് ആ ഒരു 9 ദിവസം വരെ ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നു. എത്രയായാലുമെൻ ഉണ്ണിയല്ലേ അവൻ, വില പിടിയാത്തൊരൻ നിധിയല്ലേ, എൻ്റെ പുണ്യമല്ലേ. കളിവീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ. ഇപ്പോഴൊരു കാര്യം ഓർത്തത്, ഉത്സവം കഴിഞ്ഞാൽ ഒരു അന്നദാനം നമ്മുടെ നാട്ടിലെ പ്രമാണിനാട് നടത്തുക പതിവുള്ളതാണ്. 28 ദിവസം നീണ്ട ലോ അക്കാദമി സമരോത്സവം കഴിഞ്ഞതിൻ്റെ ഭാഗമായി കൃഷിമന്ത്രി VS സുനിൽകുമാർ ഒരു അന്നദാനം നടത്തി. സമരത്തിൽ ആദ്യാവസാനം പങ്കെടുക്കുകയും മന്ത്രി പുട്ടും കടലയും തരാമെന്ന് പറഞ്ഞപ്പോൾ സമരം നിർത്തുകയും ചെയ്ത കുഞ്ഞുങ്ങൾക്കായിരുന്നു അന്നദാനം. മോശം പറയരുതല്ലോ, ഒപ്പിട്ടില്ലെങ്കിലും SFI ആ വഴിക്ക് വന്നില്ല. അന്തസ്സുള്ളവരാ SFIക്കാർ. അപ്പോൾ കുഞ്ഞുങ്ങളെ, ദിവസങ്ങളോളം പട്ടിണി കിടന്ന മുരളി മാമനെയും രാജേഷ് മാമനെയും നിങ്ങൾക്ക് വേണ്ടി ഏറുകൊണ്ട മാധ്യമപ്രവർത്തകരെയും മനസ്സിൽ ധ്യാനിച്ച് കഴിച്ചോളൂ. ഒയ്യോ കുഞ്ഞുങ്ങളെ, ബ്യൂട്ടിഫുൾ ഹൗസ്. ഇത് പണിതാണോ വാങ്ങിയതാണോ? വാങ്ങിയതോ കൊള്ളാം. ദാ ആ കാണുന്ന ഓരോരോ പുല്ല് വരെ സരോജ് സാറിന്റെ സ്വന്തം ഐഡിയ ആണല്ലേ? എനിക്ക് തോന്നി എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി കാണാം. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. ബീച്ചിലൊരു ബംഗ്ലാവ് പണിയുന്നുണ്ട്. ഫ്ലോറും ചുവരും ഒക്കെ ഇറ്റാലിയൻ മാർബിളാ. പക്ഷെ ഇറ്റാലിയൻ മാർബിളിനൊക്കെ എന്താ ഇപ്പൊ വില? ഫർണിച്ചർ മൊത്തം ഫ്രാൻസിൽ നിന്നാ, ഷാൻലിയർ തായ്ലൻഡ്. പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, ഓടം പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, ഓടം പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. സമരമൊക്കെ കഴിഞ്ഞു. ജീവിതത്തിലൊന്നും ഒരിക്കലും വിചാരിക്കാത്ത ഒരു ഭാഗ്യമൊക്കെയാണ് മിനിസ്റ്ററിൻ്റെ കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് പറയുമ്പോൾ കിട്ടിയത്. സമരം കഴിഞ്ഞ് ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷേ ഈ യൂണിറ്റി ഒരിക്കലും കളയരുതെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നുള്ളത്. ഇവിടെ വിളിച്ചതിന് ബഹുമാനപ്പെട്ട മിനിസ്റ്ററിന് നന്ദി പറയുന്നു. നിനക്കൊന്നും വേണ്ട സോളമ, ബാക്കി എന്തെങ്കിലും ഉണ്ടാവോ നോക്കട്ടെ. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം മതി. പുട്ടുമായിട്ട് വല്ല ശത്രുതയുണ്ടോ? കഴുത്ത് പിടിച്ച് ഞെരിക്കണ പോലെ. ആവശ്യത്തിന് കഴിച്ചോട്ടോ. ഇവിടത്തെ പറ്റിയെടുക്കാൻ ഞാൻ അപ്പനെ കൊണ്ട് ലോൺ എടുപ്പിച്ചോളാം. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 2 പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ? മഴ തോർന്നിട്ട് മരം പെയ്യുന്ന പോലെ
ഉത്സവപ്പറമ്പിൽ വെടിക്കെട്ട് കഴിഞ്ഞിട്ട് പിറ്റേന്ന് പൊട്ടാതെ കിടക്കുന്ന പടക്കം പൊട്ടിക്കുന്ന പോലെ. അതായിരുന്നു ഇന്നലെ വാർത്താ ചാനലുകളിലെ ലോ അക്കാദമി സമരത്തിൻ്റെ ചർച്ച. ആരാ സമരത്തിൽ ജയിച്ചതെന്ന ഒറ്റ സംശയമേ അവതാരകൻ ചോദിച്ചുള്ളൂ. എൻ്റെ പൊന്നോ, സംസ്കാര സമ്പന്നർ അങ്ങ് തകർത്തു. ഒരു ലക്ഷ്മി നായർ എന്ന് പറഞ്ഞ അഹങ്കാരിയായ ഒരു സ്ത്രീയെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് നീക്കി നിർത്തണം എന്ന വിഷയം ഇന്നിപ്പോൾ കേരള സർക്കാരിൻ്റെ മുഖത്ത് കാരി തുപ്പിയ അവസ്ഥയിലെത്തി. ഇതിനാരും ഉത്തരവാദിത്തം പറയും? ഇതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണ്. അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെയാണ് നടക്കുന്നത്. ഇത് അഫ്ഗാനിസ്ഥാനിലല്ല, ഉസ്ബെക്കിസ്ഥാനിലല്ല, പേരൂർക്കടയിലാണ്. ഹജൂർ കച്ചേരിയിൽ നിന്ന് ഉറക്കെ വിളിച്ചാൽ കേൾക്കുന്ന സ്ഥലത്താണ് ഈ സമരം നടന്നത്. തിരുവനന്തപുരം കത്തിയരിഞ്ഞപ്പോൾ അദ്ദേഹം വീണ വായിച്ചില്ല, കാരണം അദ്ദേഹത്തിന് വീണ വായന അറിയില്ല. ഇതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണ്. ശ്രീ ജയശങ്കർ, ചോദ്യം കേട്ടവാദി കേൾക്കാത്തവാദി സഖാവ് പിണറായി വിജയന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചർച്ച ആരംഭിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ നിലവാരം പതിവ് പോലെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ അതിലേക്ക് ഞാൻ പറഞ്ഞില്ല. പിന്നെ നിങ്ങളുടെ അഭിനന്ദനം ഏറ്റുവാകുന്നതും അല്ല, വെളിയിലിറങ്ങി തെരുവിൽ നിന്ന് ചീമോട്ടയർ കൊള്ളുന്നതും ഒരേപോലെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അഭിനന്ദനം അത് SFIക്ക് വേണ്ട, അത് തൽക്കാലം ശ്രീ ജയശങ്കർ 4 മടക്കി നിങ്ങൾ പോക്കറ്റിൽ തന്നെ വെച്ചാൽ മതി. പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് പല കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഇടപെട്ടപ്പോൾ ഞാൻ സംസാരിച്ചില്ലല്ലോ. അതല്ല ശ്രീ ജയശങ്കർ, നിങ്ങൾ ഇടപെട്ടപ്പോൾ ഞാൻ സംസാരിച്ചില്ലല്ലോ. നിങ്ങൾ വളരെ വക്കീലൊക്കെയായി CPIയുടെ വക്കീൽമാരുടെ സംഘടനയുടെ ഒക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വലിയ ജനാധിപത്യം പറഞ്ഞ് നടക്കുന്ന ആളല്ലേ. നിങ്ങൾ നമുക്ക് മാതൃക കാണിച്ചു തരേണ്ട ആളല്ലേ. നിങ്ങൾ എന്നിട്ടാണോ ഞാൻ നടത്തിയ ചർച്ചയിൽ നിങ്ങൾ ഇടപെട്ടത്? നിങ്ങൾ അവിടെ ഇരിക്കും. നിങ്ങൾ പറയാനുള്ളത് ഞാൻ മര്യാദയോടെ കേട്ടപ്പോൾ ഞാൻ പറയാനുള്ളത് മര്യാദയോടെ കേൾക്കുക എന്നുള്ളത് നിങ്ങളുടെ ജനാധിപത്യമാണ്. അത് നിങ്ങൾ പാലിക്കാൻ തയ്യാറാവണം. പിന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ തുടങ്ങി അദ്ദേഹം പോവാണ്. ശ്രീ ജയശങ്കർ, നല്ല അന്തസ്സുള്ള വക്കീലന്മാരെ കൂടെ നിർത്തിയിട്ട് പറയണം സഖാവ് പിണറായി വിജയന്റെ പേര്. അല്ല നിങ്ങളെപ്പോലെ തോന്നും മടി വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ ചാനൽ മുറികളിൽ കയറി വിളിച്ചു പറയുന്നവർക്ക് പറയാനുള്ള പേരല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ. ഈ ഇദ്ദേഹം ഉമ്മൻചാണ്ടിയെ കുറിച്ച് വലിയവായി വിമർശിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇദ്ദേഹം ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇട്ടോ. ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നല്ലോ മറ്റക്കര ടോംസ് കോളേജ്. അവിടെയാണത് സമാനതകളില്ലാത്ത വിദ്യാർത്ഥി പീഡനം നടന്നത്. ആ മറ്റക്കര ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിലല്ലേ. പെൺകുട്ടികളെ ഷാള് പോലും ഇടിക്കാൻ അനുവദിക്കാതെ ഒരു നരാധവൻ ഹോസ്റ്റൽ മുറികളിൽ കയറി ഇറങ്ങി നടന്നു. മിണ്ടിയോ ഇദ്ദേഹത്തിന്റെ സംഘടനയുടെ ആളുകൾ, അല്ലെങ്കിൽ ഇദ്ദേഹം ഉൾപ്പെടുന്ന സംഘടനയുടെ ആളുകൾ? ഇദ്ദേഹം പകല് CPIയും രാത്രി RSSുമാണ്. പാനൂർ മുതൽ ഈ നാട്ടിലെ മുഴുവൻ RSSന്റെ കാര്യങ്ങളിൽ കയറി ഇറങ്ങുന്ന ഒരു പരമമാന്യൻ. ഇദ്ദേഹം പരസ്യമായി CPIയുടെ വക്കീൽ സംഘടനയുടെ നേതാവായിട്ട് RSSന്റെ രക്ഷാബന്ധൻ ചടങ്ങിന് പോകുന്ന മാന്യൻ. ഇദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്തു. തന്റെ ഇടമുണ്ടോ ഇദ്ദേഹത്തിന് ഒരു പോസ്റ്റ് എഴുതാൻ, അല്ലെങ്കിൽ 2 വർത്തമാനം ഇതേപോലെ വിളിച്ചു പറയാൻ? മുട്ടുപറയ്ക്കും. കാരണം ജയശങ്കർ രാത്രിയിൽ RSSന്റെ കാര്യത്തിലും പകൽ CPIയുടെ ഓഫീസിലുമാണ്. അതുകൊണ്ട് ആ രാഷ്ട്രീയമൊന്നുമായിട്ട് SFIയെ വിമർശിക്കാനോ സഖാവ് പിണറായി വിജയന്റെ പേരെടുത്ത് വിമർശിക്കാനോ നിങ്ങൾ പോരേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞാൽ നല്ല അന്തസ്സുള്ള മറുപടി നൽകാൻ ഞങ്ങൾക്കറിയാം. അത് ശ്രീ ജയശങ്കർ ഓർത്തു വെച്ചാൽ നല്ലത്. ജയശങ്കർ മറുപടി. ഇവന്റെ അന്തസ് ഇപ്പൊ മനസ്സിലായില്ലേ? ഇവന്റെ അന്തസ് മനസ്സിലായില്ലേ? ചർച്ചയ്ക്ക് വരുന്നവന്റെ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞ അന്തസ്. ഒന്ന് പോടാ പറഞ്ഞ്. നിന്നെക്കാളും വലിയ ഊളകളെ ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? വേഷം കെട്ടെടുക്കണ്ട. വേഷം കെട്ട് എനിക്കറിയാം. മനസ്സിലായോ?